വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്തു ശുഅറയിലെ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അഥവാ ആ ആയത്ത് അവതരിച്ചതോടുകൂടി ഇസ്ലാമിലെ ഒരു ഘട്ടം പിന്നിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവാചകരും സ്വഹാബികളും പ്രവേശിച്ചു. ഏതായിരുന്നു ആ ഘട്ടം? മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിച്ചത് നമുക്കറിയാം 13 കൊല്ലമാണ്. മദീനയിൽ 10 കൊല്ലം, അങ്ങനെ 23 കൊല്ലം റസൂലിൻ്റെ പ്രബോധന ജീവിതം. അതിൽ ആദ്യത്തെ 3 കൊല്ലം നമ്മൾ പറഞ്ഞു, വഹി ലഭിച്ച ആദ്യത്തെ 3 കൊല്ലം രഹസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അന്ന് ഒളിഞ്ഞും മറ്റുള്ളവർ കാണാതെ വളരെ പ്രയാസപ്പെട്ട് ഇസ്ലാമിൻ്റെ സന്ദേശം കേൾക്കാൻ ആഗ്രഹിച്ചു വന്ന് റസൂലിനെ കണ്ടുമുട്ടിയവരും സത്യമന്വേഷിച്ച് ഒരു പ്രവാചകനുണ്ട് എന്നറിഞ്ഞ് കടന്നു വന്നവരും ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഈ നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഇന്ന് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഇസ്ലാം എന്ന മതം ആദ്യമായി ഏറ്റെടുത്ത ആളുകളെക്കുറിച്ച്, ഈ ലോകത്ത് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീനെ സ്വീകരിച്ച, അതിനു വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച ആളുകളെക്കുറിച്ച് നമ്മൾ ചെറുതാണെങ്കിലും വളരെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. 3 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധന കാലഘട്ടമായിരുന്നു. പ്രവാചകൻ രഹസ്യമായിട്ടാണ് പ്രബോധനം ചെയ്തത്. പ്രവാചകൻ്റെ ആ ദൗത്യം നേരത്തെ വിശദീകരിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖ സ്വഹാബികളെ നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തു ആ പ്രബോധന ദൗത്യം. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ആ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കുന്നതിലൂടെ ഒരു കൽപ്പന ഇസ്ലാമിൽ അല്ലാഹു പ്രസ്താവിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ആയത്ത് സൂറത്തു ശുഅറയിലെ 214-ാമത്തെ ആയത്ത്, വളരെ ചെറിയ ആയത്ത്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. വഅൻദിർ എന്ന പദം നമുക്കറിയാം, നമുക്ക് പരിചിതമായ പദമാണ്. കാരണം രണ്ടാമത്തെ വഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്തുൽ മുദ്ദസ്സിറിൽ കൽപ്പിക്കുന്നത് എന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും, പ്രവാചകരെ എഴുന്നേൽക്കുക, ഫഅൻദിർ, എന്നിട്ട് താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക. ഒരു ഇസ്ലാമിക പ്രബോധനത്തിൽ താക്കീതിൻ്റെയും മറ്റുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിൻ്റെയും പ്രാധാന്യവും നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുന്നത് പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ പ്രവാചകൻ താക്കീത് നൽകണം എന്നാണ്. അതുവരെ പരസ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാർ, തൻ്റെ ആ ഗോത്രം ബനൂ ഹാഷിമിനെ പോലും എന്ത് ചെയ്തിരുന്നില്ല? പരസ്യമായി ഇറങ്ങി പ്രബോധനം ചെയ്തിരുന്നില്ല. രഹസ്യമായിട്ടാണ് പ്രബോധനങ്ങൾ നടന്നിരുന്നത്. ഈ ആയത്ത് അവതരിക്കുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി പ്രബോധനത്തിന് ഇറങ്ങി തൻ്റെ കുടുംബക്കാർക്കിടയിൽ ആദ്യമായി എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ച പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കുറച്ച് ആളുകളെ മാത്രം ഒരുമിച്ച് കൂട്ടി, കുടുംബക്കാരായ കുറച്ച് ആളുകൾ മാത്രം. ബനൂ ഹാഷിമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പമാരും മൂത്താപ്പമാരും, അങ്ങനെ ഒരു 10-30 ആളുകൾ മാത്രം ഒരുമിച്ച് കൂടുന്നൊരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവതരിപ്പിച്ചു. ഈ പ്രബോധന ദൗത്യം ആദ്യമായി നിർവഹിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തിറങ്ങി. പ്രവാചകൻ ഖുറൈശികളിലെ പ്രവാചകൻ്റെ അടുത്ത ആളുകളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടും പ്രത്യേകമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൊതുവായും പറഞ്ഞു, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ആദർശം അവർക്ക് പരിചയപ്പെടുത്തി. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരുടെ നസബ് നമ്മൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഗോത്രങ്ങളുടെ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പിതാവിൽ നിന്ന് വന്ന ഗോത്രങ്ങളോ, ബനു അബ്ദി മനാഫ് അല്ലെങ്കിൽ ബനു അബ്ദിദ്ദാർ, അങ്ങനെ ഓരോ ഗോത്രങ്ങൾ. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് തൻ്റെ കുടുംബക്കാരെ വിളിക്കുന്നത്. യാ ബനി കഅബ് ഇബ്നു ലുഅയ്. കഅബ് ഇബ്നു ലുഅയ് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ഒരു
പൂർവ്വ പിതാമഹനാണ്, ആ നസബിലുള്ള ഒരു മനുഷ്യനാണ്. കഅബ് ഇബ്നു ലുഅയ്, യാ ബനി കഅബ് ഇബ്നു ലുഅയ്, കഅബ് ഇബ്നു ലുഅയിൻ്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിയൂ. സ്വയം രക്ഷപ്പെടുത്തിക്കോളൂ. അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ സ്വയം നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചുകൊള്ളൂ. യാ ബനി അബ്ദു ഷംസ്, അബ്ദു ഷംസിൻ്റെ മക്കളെ, അതൊരു ഗോത്രം, ഒരു കുടുംബമാണ്. അബ്ദു ഷംസിൻ്റെ മക്കളെ നിങ്ങളും അൻഖിദു അൻഫുസകും മിനന്നാർ. യാ ബനി അബ്ദു മനാഫ്, അബ്ദു മനാഫിൻ്റെ മക്കളെ, കുറച്ചുകൂടി അടുത്തു, പ്രവാചകൻ്റെ നേരെ പിതാമഹൻ്റെ ഉപ്പയായി മാറി, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പയായല്ലോ അബ്ദു മനാഫ്. യാ ബനി അബ്ദു മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ. യാ ബനി ഹാഷിം, പിന്നീടും താഴേക്ക് ഇറങ്ങി. ദുമനാഫിൻ്റെ മകനായ ഹാഷിം, ആ കുടുംബം ചെറുതായി ഏറ്റവും അടുത്തവരിലേക്ക് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അൻഖിദു അൻഫുസകും മിനന്നാർ. പിന്നീടും പറഞ്ഞു യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, അബ്ദുൽ മുത്തലിബ് കുടുംബമേ, അൻഖിദു അൻഫുസകും മിനന്നാർ. നിർത്തിയില്ല പ്രവാചകൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വാചകം എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഇത് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, യാ ഫാത്തിമ. എല്ലാവരെയും പറഞ്ഞു, ഇനി പറയുന്നത് സ്വന്തം മകളാണ്. അഥവാ സ്വന്തം മകളായാൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ രക്ഷപ്പെടണമെങ്കിൽ, നരകത്തിൽ നിന്ന് ആത്യന്തികമായ വിജയം ഉണ്ടാകണമെങ്കിൽ സ്വയം ആദർശം മനസ്സിലാക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താലേ കഴിയൂ എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ. ഒരു പ്രവാചകൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായതുകൊണ്ട്, ഖുറൈശികളിൽ നിന്നായതുകൊണ്ട്, അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായതുകൊണ്ട്, ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പ്രവാചകത്വം കൊണ്ട് നാളെ രക്ഷപ്പെടാമെന്ന് കരുതേണ്ടതില്ല. അൻഖിദു അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ സ്വയം രക്ഷപ്പെടുത്തിക്കൊള്ളുക. യാ ഫാത്തിമ അൻഖിദി നഫ്സക മിനന്നാർ, ഫാത്തിമ നീയും നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തുക. ഫഇന്നി ല അംലികു ലകും മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്കൊന്നും കഴിയില്ല. സ്വയം ആദർശം അത് മനസ്സിലാക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഒരു മനുഷ്യന് വ്യക്തിപരമായ അവൻ്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം. മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്കത് കാണാമല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയായാലും പ്രവാചകത്വം അവരുടെ കുടുംബത്തിലുണ്ട് എന്നതുകൊണ്ട്, തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അയാൾ പ്രവാചകനായി എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് പിൽക്കാലത്തുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിലുള്ള ഹദീസുകളും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വാചകങ്ങൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ വാചകങ്ങൾക്ക്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഈ വാചകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സ്വന്തം മകളെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് അൻഖിദി നഫ്സക മിനന്നാർ, സ്വയം രക്ഷപ്പെടുത്തുക നരകത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗൈറ അന്ന ലകും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹാ, ഈ ദുനിയാവിൽ ചില കുടുംബപരമായ കാര്യങ്ങൾ എന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം, ആഖിറത്തിൽ അത് കഴിയില്ല. ദുനിയാവിൽ കുടുംബം ബന്ധം, രക്തബന്ധം, കുടുംബബന്ധം ഇതൊക്കെ എനിക്ക് പുലർത്താൻ കഴിഞ്ഞേക്കും, ആഖിറത്തിൽ എനിക്കതും കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം, ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ചില സീറ ചരിത്രകാരന്മാർ, ഈ സദസ്സിൽ ഉണ്ടായിരുന്ന പല ആളുകളും, വിശേഷിച്ചും അബൂലഹബ് ഈ സദസ്സിൽ ഉണ്ടായിരുന്നു, അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയാൽ കാണാൻ കഴിയും.